മെസ്സി വരുമെന്ന പ്രചാരണവുമായി ബന്ധപ്പെട്ട കല്ലൂർ സ്റ്റേഡിയം നവീകരണ വിവാദത്തിൽ ആരോപണങ്ങൾക്കൊപ്പം GCDAയുടെ ചോദ്യങ്ങളുമായി കോൺഗ്രസ്. നവീകരണവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നു എന്ന് സംശയിക്കുന്നുവെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. സ്പോൺസർ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ എന്നതിലടക്കം വ്യക്തത വേണമെന്നും ഹൈബി ആവശ്യപ്പെട്ടു. അതിനിടെ SKFുമായാണ് കരാറെന്നും നവംബർ 30-ന് ശേഷം സ്റ്റേഡിയം വിട്ടു നൽകുമെന്നും സ്പോൺസർ ആന്റോ അഗസ്റ്റിനും പ്രതികരിച്ചു. മെസ്സിയും അർജന്റീനയും നവംബറിൽ കേരളത്തിലെത്തില്ല എന്ന് വ്യക്തമായതോടുകൂടി നവീകരണ ജോലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമായി വന്നു. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ഈ അറ്റകുറ്റപ്പണികളിൽ ചില അനിശ്ചിതത്വങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ GCDA, ഈ ജോലികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന GCDA കൂടാതെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, അതോടൊപ്പം സ്പോൺസർ, ഇവർ ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി വന്നു. ഈ ഘട്ടത്തിലാണ് ആരോപണങ്ങളും ചില ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വന്നത്. കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ആ കരാർ? ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? ഇതിലൊരു ഷെയ്ഡി ഡീൽ നടന്നു എന്ന സംശയമാണ് പ്രധാനമായും MP മുന്നോട്ട് വെച്ചത്. കൂടാതെ സ്റ്റേഡിയത്തിന് മുൻഭാഗത്തെ മരങ്ങൾ വെട്ടിമുറിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന കാര്യവും വ്യക്തമാക്കണമെന്ന് ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഇപ്പോൾ ഈ മത്സരം നടക്കില്ല എന്ന് വ്യക്തമായതോടുകൂടി സ്പോൺസറുടെ റോൾ, സ്പോൺസറുടെ അധികാരം, അവകാശം അത് എന്താണ് എന്ന കാര്യവും ഹൈബി ഈഡൻ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. പിന്നാലെ ഹൈബി ഈഡൻ MP, അതോടൊപ്പം തന്നെ കോൺഗ്രസ് MLA-മാരായിട്ടുള്ള ഉമാ തോമസ്, TJ വിനോദ് ഉൾപ്പെടെയുള്ളവർ സ്റ്റേഡിയം സന്ദർശിച്ചു. ഈ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തി. ആരോപണങ്ങളും സംശയങ്ങളും ആക്ഷേപങ്ങളും അടക്കം ശക്തമായ ഘട്ടത്തിൽ വിശദീകരണവുമായി സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ രംഗത്ത് വന്നു. SKFന് ഒരു മാസത്തേക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അതായത് നവംബർ 30-ാണ് GCDA ഹാൻഡ് ഓവർ ചെയ്തത്. SKF അത് കളി നടത്താൻ വേണ്ടി അതിന് അപ്ഡേഷൻ ചെയ്യാണ്ട് എന്നെ ഒരു മാസത്തെ നവംബർ 30-ാം ഏൽപ്പിച്ചു. ആ 30-ാം ഞാൻ പറഞ്ഞ കാര്യം ഉണ്ട് തന്നെ പറഞ്ഞേ. നവംബർ മാസം 30-ാം നിങ്ങൾ വന്ന് നോക്കൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അവകാശമില്ല. എനിക്കൊരു അവകാശം വേണ്ടതാനും. ക്യാമറമാൻ സുജോയ് എഡ്വേഡിനും ബിനു പാവുമ്പയ്ക്കുമൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.